ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാദിൽസ് കുക്കിംഗ് വ്ളോഗ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഡ്രീം കേക്കാണ്, അതും ലോ ബഡ്ജറ്റിൽ. അപ്പം ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ജാർ എടുക്കുക. അതിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗർ, പൊടിക്കാത്ത ഷുഗറിന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അത് നമ്മുടെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നീട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് ഇത് മാറ്റേണ്ടതാണ്. പിന്നീട് ഇതിനാവശ്യമായ ഫ്ലോർ മൈദ എടുത്ത് 1 കപ്പ് മൈദ എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും നല്ലപോലെ നമ്മൾ ചലിച്ചെടുക്കേണ്ടതാണ്. പിന്നീട് ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മളുടെ ഈ ബാറ്റർ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റണം. പിന്നെ നല്ല ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമിലോട്ട് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് വീണ്ടും നല്ലോണം ബീറ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ടിന്നിലോട്ട് ഫസ്റ്റ് ലെയർ നമ്മുടെ സ്പഞ്ച് വയ്ക്കുക. അതിന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള നമ്മുടെ ക്രീം നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ 10 മിനിറ്റ്സ്, മാക്സിമം 10 മിനിറ്റ്സെങ്കിലും നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കണം. ദെൻ തേർഡ് ലെയർ ആയി ഗാർണിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായ ശേഷം റോസ്റ്റഡ് നട്ട്സ്, ആവശ്യമാണെങ്കിൽ റോസ്റ്റഡ് നട്ട്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സ് നല്ലപോലെ ഇതിൻ്റെ കളർ തേർഡ് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിലോട്ട് ആവശ്യമെങ്കിൽ നട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് 4th ലെയർ ആയിട്ട് നമ്മുടെ കേക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രീസ് ചെയ്ത ശേഷം നമ്മൾ കഴിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് കുറച്ച് കൊക്കോ പൗഡർ നമ്മുടെ കേക്കിൻ്റെ മേലെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതോടെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി. അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്